ഇന്ത്യൻ ഓഹരി വിപണിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഏറ്റവും വലിയ IPO. ഇൻഷുറൻസ് മേഖലയിൽ പകരം വയ്ക്കാനാകാത്ത വിപണി വിഹിതമുള്ള പൊതുമേഖലാ കമ്പനി. 2022 മെയ്യിൽ 21,000 കോടി രൂപ സമാഹരിക്കാനെത്തിയ LICയിൽ നിക്ഷേപകർക്ക് വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ലിസ്റ്റിംഗ് ദിനത്തിൽ 8.6% ഡിസ്കൗണ്ടിലാണ് ഓഹരി ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. പിന്നീട് അങ്ങോട്ട് ഇടിവ് രേഖപ്പെടുത്തിയ ഓഹരി ആദ്യമായി ലിസ്റ്റിംഗ് പ്രൈസ് മറികടന്നത് 2024 ജനുവരി 31. അതായത് 2 വർഷത്തോളം ഓഹരിയിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടായിരുന്നില്ല എന്ന് സാരം. ഫണ്ടമെന്റലി സ്ട്രോങ് ആയ പബ്ലിക് കമ്പനി, എന്നിട്ടും വിപണിയിൽ ഔട്ട് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. എന്താണ് LIC നേരിടുന്ന റിസ്കുകൾ? എന്തൊക്കെയാണ് LICയുടെ സാധ്യതകൾ? അറിയാം. വെൽക്കം ടു സോർട്ട് ഇറ്റ്. ആദ്യം നമുക്ക് ഇൻഷുറൻസ് സെക്ടറിൽ നിലവിലെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാം. ജനുവരിയിൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ടോട്ടൽ പ്രീമിയത്തിൽ 8% ഇയർ ഓൺ ഇയർ ഇടിവാണ് ഉണ്ടായത്. FY25 ഇതുവരെയുള്ള ഗ്രോത്ത് പോസിറ്റീവായി തുടരുന്നുണ്ട്. എന്നാലും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമായും LICയുടെ പ്രീമിയം വളർച്ചയിലാണ് സിഗ്നിഫിക്കൻ്റ് ആയ ഇടിവ് സംഭവിച്ചിരിക്കുന്നതെന്ന് കാണാം. HDFC ലൈഫ്, ICICI Prudential, ആക്സിസ് മാക്സ് ലൈഫ് എന്നിങ്ങനെ മറ്റ് പ്രൈവറ്റ് കമ്പനികളെല്ലാം ഒരു വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ LICയുടെ പ്രീമിയത്തിൽ 14% ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. APE 27% കുറഞ്ഞു. റീറ്റെയിൽ APEയും 7% കുറഞ്ഞു. ഡിസംബർ ക്വാർട്ടർ നമ്പേഴ്സ് കൂടി പരിശോധിക്കാം. LICയുടെ ലാഭം 16% ഉയർന്നതായി കാണാം. പ്രോഫിറ്റിൽ മുന്നേറ്റം ഉണ്ടാകുന്നതിന് എംപ്ലോയി കോസ്റ്റിലുണ്ടായ കുറവാണ് കാരണമായത്. പക്ഷേ നെറ്റ് പ്രീമിയം ഇവിടെയും കുറഞ്ഞിട്ടുണ്ട്. 9% ഇടിവാണ് പ്രീമിയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ടോട്ടൽ ഇൻകത്തിലും കുറവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവ് രേഖപ്പെടുത്തിയ 2,12,447 കോടി രൂപയിൽ നിന്നും 2,01,994 കോടി രൂപയിലേക്ക് ടോട്ടൽ ഇൻകം ചുരുങ്ങി. ഫസ്റ്റ് ഇയർ പ്രീമിയം, സിംഗിൾ പ്രീമിയം സെഗ്മെന്റുകളിൽ സിഗ്നിഫിക്കൻ്റ് ആയ കുറവാണ് കമ്പനിക്ക് ഉണ്ടായിട്ടുള്ളത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിലും 11% ഇടിവാണ് നെറ്റ് പ്രീമിയത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ പ്രൈവറ്റ് പ്ലെയേഴ്സിൽ നിന്നും ശക്തമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉയർന്നു വന്നത് മൂലം LICയുടെ മാർക്കറ്റ് ഷെയർ കുറഞ്ഞു വരുന്നതായി കാണാം. എന്തൊക്കെ റിസ്കുകളാണ് കമ്പനി ഇതിനു പുറമെ നേരിടുന്നതെന്ന് മനസ്സിലാക്കാം. അതിനു മുൻപ് ആദ്യമായി കമ്പനിയുടെ സ്ട്രെങ്സ് എന്താണ് മനസ്സിലാക്കാം. മാർക്കറ്റ് ഷെയർ കുറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും 58.87% വിപണി വിഹിതവും LIC എന്ന ഇൻഷുറൻസ് ഭീമന്റെ തന്നെയാണെന്നത് ഒരു സ്ട്രെങ്ത് ആയി കാണാം. 14 ലക്ഷം ഏജന്റുകൾ LICക്ക് ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിന്റെ പുറമെ ഡിജിറ്റൽ ത്രൂ ഉള്ള ഡിസ്ട്രിബ്യൂഷനും ശക്തമായ മാർക്കറ്റ് പെനട്രേഷനെയാണ് സൂചിപ്പിക്കുന്നത്. നെറ്റ് പ്രീമിയത്തിലൊക്കെ ഇടിവുണ്ടായിട്ടുണ്ടെങ്കിലും അതിലും സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇൻക്രീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഇയർ ഓൺ ഇയർ 10% വർദ്ധിച്ച് 54,77,651 കോടി രൂപയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. LIC പൊതുമേഖലാ സ്ഥാപനമായതിനാൽ പോളിസി ഹോൾഡേഴ്സിന് കൂടുതൽ വിശ്വാസ്യതയും സ്റ്റെബിലിറ്റിയും LICയിലുണ്ട്. LICക്ക് വിവിധ സെക്ടറുകളിൽ സിഗ്നിഫിക്കൻ്റ് ആയ ഇൻവെസ്റ്റ്മെന്റ് ആണുള്ളത്. ബാങ്കിങ്, ഇൻഫ്രാസ്ട്രക്ചർ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്നിവയിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ ഉറപ്പുവരുത്തുന്നു. അടുത്തതായി വീക്ക്നെസ് നോക്കാം. ഓപ്പറേഷണൽ കോസ്റ്റ് ഉയരുന്നത് കമ്പനിയുടെ വീക്ക്നെസ് ആണ്. കമ്പനിയുടെ FY24 ആനുവൽ റിപ്പോർട്ടിൽ കമ്പനിയുടെ മാനേജ്മെന്റ് റേഷ്യോ 15.57% രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ ഡിസംബർ പാദമായപ്പോഴേക്കും ഇത് 13.47% കുറഞ്ഞിട്ടുണ്ട്. ഉയർന്ന ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ആണ് കമ്പനിക്കുള്ളത്. ലെഗസി കോസ്റ്റ് സ്ട്രക്ചർ ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. പെൻഷൻ, റിട്ടയർ, ഹെൽത്ത് കെയർ ബെനിഫിറ്റ്സ് പോലുള്ള എക്സ്പെൻസുകളാണ് ലെഗസി കോസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഇത്തരം കോസ്റ്റ് ഉയർന്നാൽ സ്വാഭാവികമായും പ്രോഫിറ്റ് മാർജിനെയാണ് ബാധിക്കുന്നത്. FY23 LICയുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ 98.45% ഇത് ക്യാഷ് ഔട്ട്ഫ്ലോ ആയതിനാൽ പ്രോഫിറ്റബിലിറ്റിയിൽ ഇമ്പാക്ട് ചെയ്യും. ഗവൺമെന്റ് ഓൺഡ് കമ്പനി ആയതിനാൽ പബ്ലിക് ഹോൾഡേഴ്സിന് ട്രസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ആയതിനാൽ LICക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേറ്ററി കൺട്രോൾസ് ആണുള്ളത്. പ്രൈവറ്റ് കോമ്പറ്റേറ്റേഴ്സ് കൂടുന്ന സാഹചര്യത്തിൽ ഇത് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. പ്രൈവറ്റ് കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ ടെക്നോളജി ഡ്രിവൺ ഇന്നോവേഷൻ അഡോപ്റ്റ് ചെയ്യുന്നതിൽ കമ്പനി പുറകിലാണ്. ഇതും ഒരു വീക്ക്നെസ് ആയി കണക്കാക്കാം. അടുത്തത് ഓപ്പർച്യൂണിറ്റീസ് പരിശോധിക്കാം. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച വീക്ക്നെസ് പരിഹരിക്കുന്നതിനായി കമ്പനി മൊബൈൽ ആപ്പ് വഴിയും ഓൺലൈൻ പോളിസി സർവീസ് നൽകിയും ഡിജിറ്റൽ പ്രസൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന ഇൻഷുറൻസ് കമ്പനികൾക്ക് പിന്നിലുള്ള പ്രധാന കാരണം ഇന്ത്യയിലെ കുറഞ്ഞ ഇൻഷുറൻസ് പെനട്രേഷൻ ആണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇൻഷുറൻസ് വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇന്ത്യയിൽ FY25 ഇൻഷുറൻസ് പെനട്രേഷൻ 3.7%. ഗ്ലോബൽ ആവറേജ് 7%. സോ ഇന്ത്യൻ പോപ്പുലേഷന്റെ മേജർ പോർഷനും ഇൻഷുറൻസ് ഇല്ലാത്തവരാണ്. കമ്പനികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് LICക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നു നൽകുന്നത്.
പെൻഷൻ, ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളിൽ കമ്പനിക്ക് ശക്തമായ സാന്നിധ്യമാണുള്ളത്. റിട്ടയർമെന്റ് പ്ലാനിങ്ങിൽ ഡിമാൻഡ് കൂടുന്നതിനാൽ ഇതും ഒരു ഓപ്പർച്യൂണിറ്റിയായി കണക്കാക്കാം. നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ കമ്പനിയുടെ സബ്സിഡിയറി ഉണ്ട്. ആഗോളതലത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്നതിനുള്ള അവസരത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവസാനമായി ത്രെഡ്സ് നോക്കാം. കമ്പനികൾ നേരിടുന്ന കോമൺ ത്രെട്ട് ഇന്റൻസ് ആയ കോമ്പറ്റീഷൻ ആണ്. LICയുടെ കാര്യത്തിൽ കോമ്പറ്റീഷൻ എങ്ങനെ പ്രതിഫലിച്ചു എന്നത് തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കി. LICയുടെ മാർക്കറ്റ് ഷെയറിൽ കാര്യമായ കുറവ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രേഖപ്പെടുത്തിയത് ഉദാഹരണമാണ്. ലോങ് റണ്ണിൽ ഇത് ഒരു റിസ്ക് തന്നെയാണ്. റെഗുലേറ്ററിയുടെ സ്ട്രിക്റ്റ് റൂളുകൾ കമ്പനിയുടെ വളർച്ചയെ ലിമിറ്റ് ചെയ്യുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇതുകൂടാതെ ഗവൺമെന്റ് റെഗുലേഷൻസ്, ടാക്സേഷൻ പോളിസീസ് എന്നിവയിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളർച്ചയെ ലിമിറ്റ് ചെയ്യുക മാത്രമല്ല കമ്പനിക്ക് റിസ്ക്കുമാകുന്നുണ്ട്. ബജറ്റിൽ ഇൻഷുറൻസ് സെക്ടറിൽ FDI ലിമിറ്റ് 100% ആക്കി ഉയർത്തിയ നടപടി കമ്പനിക്ക് തിരിച്ചടിയാണ്. കാരണം പ്രൈവറ്റ് കമ്പനികളിൽ ഇത്തരം FDI ഇൻവെസ്റ്റ്മെന്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. കമ്പനിക്ക് ഡൈവേഴ്സിഫൈ ആയ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേണിൽ ഇത് എഫക്ട് ചെയ്യും. പ്രീമിയം കളക്ഷനിലും റിസ്ക് ഉയർത്തുന്നുണ്ട്. നൂതന മാറ്റങ്ങൾക്കൊത്ത് അപ്ഡേറ്റ് ആകുന്നതിനുള്ള കാലതാമസം കമ്പനിക്ക് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം യങ് പോപ്പുലേഷൻ ഫ്ലെക്സിബിൾ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഡിജിറ്റൽ ഓറിയന്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻസും കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. വിപണിയിൽ ഓഹരി ആദ്യമായി ലിസ്റ്റിംഗ് പ്രൈസിന് മുകളിലേക്ക് ഉയരുന്നത് 2024 ജനുവരിയിലാണ്. അന്ന് 949 രൂപയിലാണ് ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത്. 530 രൂപ വരെ ഇതിനിടയിൽ ഓഹരി താഴ്ന്നിരുന്നു. സ്ലോ ആൻഡ് സ്റ്റഡി ആയ ഗ്രോത്ത് ആണ് പിന്നീടുള്ള സെഷനുകളിലും കണ്ടത്. 2024 ഓഗസ്റ്റിൽ 1222 രൂപ വരെ എത്തിയെങ്കിലും പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി ഇടിവ് തന്നെയാണ് ഓഹരി രേഖപ്പെടുത്തുന്നത്. ഫെബ്രുവരി 17 വീണ്ടും 52 ആഴ്ചയിലെ താഴ്ന്ന നിലയായ 744.95 എന്ന ലെവലിലേക്ക് എത്തിയിരുന്നു. 2025 കുറച്ചുകൂടെ പൊട്ടൻഷ്യലായ വളർച്ച കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്തേക്കാമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്നും ഒരു റിക്കവറി ഉണ്ടാകുമെന്ന് നമുക്ക് അനുമാനിക്കാം. മറ്റൊരു കമ്പനിയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.